അപ്പോൾ ഈ സ്റ്റാർട്ട് ആക്ഷൻ ആക്ഷൻ സ്റ്റാർട്ട് ആക്ഷൻ. നിങ്ങൾ വിചാരിച്ച കൂടോത്രമായിട്ടല്ല കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ നിങ്ങൾ വല്ലതും വിചാരിച്ചിട്ടുണ്ടാവും. ഇത് തൃശ്ശൂരിൻ്റെ ഒരു അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം എവിടെയാണ് കിട്ടുക എന്നുള്ളതല്ല അടുത്ത ചോദ്യം. നമ്മളുടെ അഞ്ചുവിളക്കില്ലേ, അഞ്ചുവിളക്കിൻ്റെ അവിടുത്തെ ഒരു ജംഗ്ഷനിലാണ്, അരിയങ്ങാടി മഞ്ചുവിളക്കിലേക്ക് വരുന്ന ആ ജംഗ്ഷനിലാണ് ഈ ചേട്ടൻ ഉണ്ടാവാറ്. അപ്പോൾ ഈ ചേട്ടൻ്റെ തട്ടുകടയിലെ ഏറ്റവും അടിപൊളി ഡിഷാണ് ഈ മുട്ട, പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള ഈ ഐറ്റം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അവിടെ പോകാൻ പറ്റുന്നവർ വൈകുന്നേരം നേരത്താണ് ചേട്ടൻ ഉണ്ടാവാറ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവർ അവിടെ പോയി തീർച്ചയായിട്ടും ഈ സാധനം കഴിച്ചു നോക്കണം. അത്രയും ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എൻ്റെ ഹസ്ബൻഡിനായാലും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള, രാത്രിക്ക് രാത്രി പോയി ഒരു 10-15 എണ്ണമൊക്കെ അവരിരുന്ന് കഴിക്കുന്നുള്ളതിൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ പേടിപ്പിക്കണില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ റെസിപ്പിയിലേക്ക് വേഗം പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേഗം മുട്ട പുഴുങ്ങാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 കോഴിമുട്ടയാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിനുള്ളിൽ മുട്ടയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ മുട്ടേനെ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ഒരു 15 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ മൂടി വയ്ക്കും. എന്നിട്ട് ആ മുട്ടേനെ പുറത്തെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ നല്ലത്, അല്ലെങ്കിൽ ചൂട് പോയതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമുക്കിതിനെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നമുക്കിതിനെ പകുതിയായിട്ട് മുറിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിന് മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഏറ്റവും അധികം ഫ്ലേവർ കൊണ്ടുവരുന്ന സാധനം. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, ചുമന്ന മുളക് പൊടിയും കൂടി തൂവി കൊടുക്കാം. ഞാനിവിടെ ആകെ എടുത്തിട്ടുള്ളത് ഒരു സവോളയാണ്. ആ ഒരു സവോള നമുക്ക് നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതും മുകളിൽ കൂടെ നല്ലപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് വെളിച്ചെണ്ണയും സ്ലൈസ് ചെയ്ത പച്ചമുളകും കൂടി. നമ്മളുടെ ചേട്ടൻ്റെ കടയിൽ മല്ലിയില ഉണ്ടാവാറില്ല. ഇത് എനിക്ക് മല്ലിയില ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മല്ലിയില ഇടാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ മുട്ട കൂടോത്രം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു. ഇത് സ്നാക്കായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു സാധനമാണ്. പിന്നെ നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിക്കാനാണെങ്കിലും അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല എരിവും നല്ല ഒരു പ്രത്യേക ഫ്ലേവർ. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, തൊണ്ട കുടുങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സബോളയും വെളിച്ചെണ്ണയും പിന്നെന്താ കുരുമുളകും മുളക് പൊടിയൊക്കെ കൂടി വരുമ്പോൾ ആ ഫ്ലേവർ അടിപൊളി ഫ്ലേവറാണ്. പിന്നെ ആ മല്ലിയിലയും കൂടി വരുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇത് ആക്ച്വലി 2 പകുതിയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒറ്റയടിക്ക് വായിലിടണമെന്നാണ് എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് പറയാറ്. പക്ഷെ അങ്ങനെ എനിക്കിതിപ്പോൾ തിന്നാൻ പറ്റില്ല. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റാ.